ഹലോ വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വിധത്തിലാട്ടോ. പൈനാപ്പിൾ കേക്കാണ്. അത് കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ച് ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കുമായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം തന്നെ പൈനാപ്പിളെല്ലാം നല്ലോണം കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴിഞ്ഞ ശേഷം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ നടുവത്തെ ഭാഗമെല്ലാം കളഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഒരു അരക്കപ്പ് എടുത്തിട്ട് ഞാൻ അത് ഒരു മിക്സി ജാറിലേക്ക് അത് മാറ്റിയിട്ട് നമുക്കതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പേസ്റ്റ് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. തീരെ നമുക്ക് അരയുന്നില്ല എന്ന് കണ്ട ഒരേ ഒരു ടേബിൾ സ്പൂൺ പാലും മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ വേറൊന്നും അതിലേക്ക് ആഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞ ശേഷം ഞാനത് അരച്ച് അവിടെ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു കപ്പ് മൈദ അതെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും ഞാൻ ഇടുന്നുണ്ട്. ഇത് ഉപ്പ് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം നമ്മളത് അരിച്ചെടുക്കണം. എല്ലാം കൂടെ കൂടി യോജിപ്പിച്ച് വരുന്ന വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ നല്ലോണം അരിച്ചിടുന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അതെടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദ എല്ലാം കൂടെ കൂട്ടി കലർന്ന് വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലോണം ഇളക്കി കഴിഞ്ഞ ശേഷം ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിക്കുകയാണ്. അത് മുട്ട അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ബീറ്റർ വെച്ചല്ല ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഞാൻ സാധാരണ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ആ മുട്ട 4 എണ്ണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലോണം പത വരുന്ന പോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണേ. ഇത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പൈനാപ്പിൾ കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടിട്ട് തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള പൈനാപ്പിൾ എസൻസ് അതൊരു 1/4 ടീസ്പൂൺ അതും കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നല്ലോണം നമുക്കൊരു അര ടീസ്പൂൺ വരെ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു സ്മെല്ല് കിട്ടും, നല്ലൊരു ഫ്ലേവറായിരിക്കും പൈനാപ്പിളിൻ്റെ. പിന്നെ ഇവിടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 1 കപ്പ് പഞ്ചസാര. അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയുടെ തരിയെല്ലാം മാറി വറുത്തകത്തിൽ നല്ലോണം പതഞ്ഞ് വരും. നമ്മൾ നല്ലോണം അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ബീറ്ററില്ലാതെ അടിക്കുന്നതല്ല, വിസ്ക് വെച്ചു. അതുകൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് മിക്സിയിലും വേണമെങ്കിൽ നമ്മൾ അരച്ചെടുക്കാം. മുട്ടയ്ക്കെല്ലാം കൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലും നമുക്കത് അരച്ചെടുക്കാം. പിന്നെ ഞാനെന്ത് ചെയ്തു, അരച്ച് വെച്ചിരുന്നില്ല നമ്മുടെ പൈനാപ്പിൾ പേസ്റ്റ്, അതൊന്ന് ഞാനൊന്ന് കുറച്ചൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് ആ ചെറിയ നമ്മളെ പൈനാപ്പിളിൻ്റെയൊക്കെ തരി ഉണ്ടാകും അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ അരിപ്പയിൽ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഇത്രയും മതിയാകും. ആ തരിയൊന്നും നമുക്ക് എടുക്കണ്ട. ഇത് ഈ അരക്കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു സ്വീറ്റ്നെസ് വേണമെങ്കിൽ ഒരു കപ്പ് പൈനാപ്പിൾ കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് ഓയിലാട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യണത്. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയെല്ലാം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മൈദ മാവ് ഇതിലേക്ക് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളിത് ഡ്രൈയും വെറ്റും കൂടെ ആഡ് ചെയ്യുക കേട്ടോ.
മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മൾ മൈദയുടെ മിക്സ് അതിലേക്ക് കുറേശ്ശെ ആയിട്ടിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുവാണ്. തീരെ തിക്കൊന്നുമല്ല, നല്ല തിക്കല്ല, തീരെ ലൂസും അല്ല, നോർമൽ ബാറ്ററായിട്ട് നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഞാനിത് കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിപ്പോൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് അതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബട്ടർ പേപ്പറെല്ലാം ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് മൈദ മുട്ടയുടെയൊക്കെ മിക്സ് നമ്മൾ കേക്കിൻ്റെ ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല, അതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് മാറ്റുകയാണ്. നല്ലോണം ടാപ്പ് ചെയ്തെടുത്ത് കുക്കർ നന്നായി ചൂടായിരിക്കുകയാണ്. 10 നിമിഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറാണ്. സൂക്ഷിച്ച് വേണം അതിൻ്റെ അകത്ത് വെക്കാനായിട്ട്. എൻ്റെ കൈ ഇച്ചിരി ഒന്ന് പൊള്ളി. നമ്മളത് വെക്കുമ്പോൾ തന്നെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. നല്ല ചൂടുണ്ട് കുക്കറിന്. പിന്നെ നമ്മളത് മീഡിയം ഫ്ലെയിമിൽ, ഞാൻ സിമ്മിൽ തന്നെയാണ് വെച്ചിട്ട് ഒരു 55 മിനിറ്റ് അതിൽ തന്നെ ഞാനങ്ങനെ വെച്ച് ഒരു 55 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കിയ സമയത്ത് നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു നൈഫോ അല്ലെങ്കിൽ സ്ക്യൂറോ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ലോണം വെന്തു. അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണേ. തണുക്കാനായിട്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. എല്ലാം തണുത്ത് കഴിഞ്ഞു, എല്ലാം ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞു, എടുത്തു. അതിൻ്റെ പകുതിയും ഇവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയില്ല. എല്ലാവർക്കും കൊടുത്തു, ഷെയർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. തീരെ വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നിങ്ങളിത് കണ്ടു കഴിഞ്ഞ ശേഷം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്. വളരെ ടേസ്റ്റാണ്. ഞാനത് കഴിച്ചു നോക്കുകയാണ്, നന്നായിട്ടുണ്ട്. Thank you viewers. Thank you for watching my video.